ഹായ് എവരി വൺ. നമ്മുടെ NTPC നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എല്ലാവർക്കും ഉള്ളൊരു കോമൺ ഡൗട്ടാണ് ഏത് സോണിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ ഒരു ആൻസർ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കിട്ടും. നിങ്ങൾ ഏത് സോണിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ 2-3 കാര്യങ്ങൾ ഒന്നിച്ചു വെച്ച് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പോസ്റ്റിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഓരോ സോണിലും എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ആലോചിക്കണം. ഓക്കെ, പിന്നെ 2 മൈൻഡ് സെറ്റുള്ള ആൾക്കാർ കാണും. അതായത് ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ പോയി വർക്ക് ചെയ്യും. അപ്പോൾ ഇന്ത്യൻ റെയിൽവേസ് ആണെങ്കിൽ ഇന്ത്യക്കകത്തായിരിക്കും, എനിക്ക് കാശ്മീർ കിട്ടിയാലും കുഴപ്പമില്ല, അങ്ങനെ വിചാരിക്കുന്നവർ കാണും. അതല്ല, നമ്മൾക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർ കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതും നിങ്ങളുടെ മനസ്സിൽ വെക്കാവുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ജനറലി ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണെന്ന് വിചാരിക്കുക. ആ പോസ്റ്റിന് കാശ്മീരിൽ 400 വേക്കൻസി ഉണ്ട്, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് 200 വേക്കൻസിയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പെട്ടെന്ന് കാശ്മീരിൽ കൊണ്ടുപോയിട്ട് ഇത് കൊടുക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം, മറ്റൊന്നും കൊണ്ടല്ല, 2 ഫാക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പെർട്ടിക്കുലർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും എനിക്ക് ഈ ജോലി കിട്ടണം എന്നുള്ള ഒറ്റ കാര്യമേ കാണത്തുള്ളൂ. ഓക്കെ, നമ്മൾ ബാക്കി ഒന്നും വിചാരിക്കത്തില്ല, എവിടെയായാലും കുഴപ്പമില്ല, ഞാൻ പോയി ജോലി ചെയ്യും, അങ്ങനൊരു ആറ്റിറ്റ്യൂഡേ നമുക്ക് കാണത്തുള്ളൂ. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ അതെപ്പോഴും അങ്ങനെ ആവണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ജോലി ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് ആ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് വരുന്നത്. നമ്മൾ ഒരുപാട് ദൂരെ പോയി, നമുക്ക് പരിചയമില്ലാത്ത ലാംഗ്വേജ് ഉള്ള ആൾക്കാരല്ലേ, നമ്മൾ റെയിൽവേയുടെയൊക്കെ ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരുപാട് കോമൺ പീപ്പിളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ലോക്കൽസുമായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ജോലി, പല ടൈപ്പ് ആൾക്കാരെ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്ന ജോലികളായിരിക്കും കൂടുതലും റെയിൽവേയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഭാഷ അറിഞ്ഞുകൂടാത്ത, നമ്മൾക്ക് എങ്ങനെയാണെന്ന് ഒന്നും അറിയാത്ത ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എപ്പോഴും ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലം ഏത് സോണാണോ ആ സോണിൽ അപ്ലൈ ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്നതായിരിക്കും ഉചിതം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കുന്നതിന് മുന്നേ ജസ്റ്റ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ഇൻ കേസ് എക്സാം സിലബസ് ഒന്ന് പറയാം. നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ പോർഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. അതിനുശേഷം നമ്മൾ ബാക്കി സോൺ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നും കൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം, NTPC എക്സാം 2 സ്റ്റേജുകളിലായിട്ടാണ് നടക്കുന്നത്. ടയർ 1 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ഉണ്ടാവും, GK ഉണ്ടാവും, റീസണിങ് ഉണ്ടാവും. മാത്സിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ, റീസണിങ്ങിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ, GKയിൽ നിന്ന് 40 ക്വസ്റ്റ്യൻ, മൊത്തം 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ടയർ 1 ക്ലിയർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ടയർ 2 നിങ്ങൾക്ക് 35 ക്വസ്റ്റ്യൻ മാത്സ് വരും, 35 ക്വസ്റ്റ്യൻ റീസണിങ് വരും, 50 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് GKയിൽ നിന്ന് വരും. സമയം ഇതേ 90 മിനിറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിലബസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെവൽ 2, 3, 5, 6 ഓക്കെ, ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ NTPC എക്സാമിനുണ്ടായിരുന്ന കട്ട് ഓഫ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, UR ലെവൽ അൺറിസർവ്ഡ് കാറ്റഗറി ലെവൽ 2ൻ്റെ കട്ട് ഓഫ് ജനറലുകാർക്ക് 60 ആയിരുന്നു, SCക്ക് 40, STക്ക് 42, OBCക്ക് 53. ലെവൽ 3 പോസ്റ്റുകളാണെങ്കിൽ URന് 61 മാർക്കാണ് കട്ട് ഓഫ് ഉണ്ടായിരുന്നത്, SC 42, ST 44, OBC 54, EWS ആണെങ്കിൽ 40 മാർക്ക്. ഇനി ലെവൽ 5 ആണെങ്കിലോ URന് 61, SC 41, ST 43, OBC 55, EWS 40.94. ലെവൽ 6 UR 69, SC 50, ST 49, OBC 65, EWS 40.01. ഇതൊക്കെ ട്രിവാൻഡ്രത്തിൻ്റെ കട്ട് ഓഫ് ആണ്. ഇപ്പം നിങ്ങൾ ചെന്നൈ നോക്കിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് ഇതിനേക്കാളും എല്ലാം ഒരു 70 ലെവലിലായിരുന്നു. URൽ തന്നെ 70നും 85നും ഇടയിലാണ് എല്ലാ ലെവലിലും കട്ട് ഓഫ് വന്നത്. എവിടെ? ചെന്നൈയിൽ. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്രാവശ്യം ട്രിവാൻഡ്രത്ത് കുറവായതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ട്രിവാൻഡ്രത്ത് അപ്ലൈ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ എപ്പോഴും നമുക്ക് എന്താ പറയുക, കട്ട് ഓഫ് ഇവിടെ ആയിരിക്കും കൂടുതൽ, ഇവിടെ ആയിരിക്കും കുറവ്, അല്ലെങ്കിൽ പോസ്റ്റ് ഇവിടെ കൂടുതൽ. ഇപ്പം ചെന്നൈയിൽ പോസ്റ്റ് കൂടുതൽ, വേക്കൻസി കൂടുതലാണെന്ന് വിചാരിച്ചു, ട്രിവാൻഡ്രത്ത്
ട്രിവാൻഡ്രത്ത് കുറവാണ്. ഓട്ടോമാറ്റിക്കലി അവിടെ വേക്കൻസി കൂടുതൽ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് 100 പേര് അപ്ലൈ ചെയ്യുമ്പോൾ ചെന്നൈയിൽ ഒരു 500 പേര് അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താവും, അവിടെ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ കോമ്പറ്റീഷൻ കൂടും, കട്ട് ഓഫ് കൂടും. ഓക്കെ, ഇത് നടക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ സോൺ ചൂസ് ചെയ്യുമ്പം എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത്, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. എനിക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രം സോൺ എടുത്തു. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പാലക്കാട് ആ റീജിയനിലാണ്. ഇതല്ലെങ്കിൽ പോലും തമിഴ്നാട് നമുക്ക് വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ്, ചെന്നൈ റീജിയൻ എടുത്തു. ഈ 2 സോണിനപ്പുറത്തേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. കാരണം നിങ്ങൾ ലൈഫ് ലോങ് അവിടെ വർക്ക് ചെയ്യേണ്ടതാണ്, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോവുകയാണ് അവിടെ. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ജസ്റ്റ് എവിടെയെങ്കിലും എനിക്ക് ജോലി കിട്ടിയാൽ മതി എന്ന് വിചാരിക്കാതെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺ നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം ആ പർട്ടിക്കുലർ സോണിൽ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഇവിടെ ട്രിവാൻഡ്രത്ത് ഇപ്രാവശ്യം 60 മാർക്കാണ് കട്ട് ഓഫ്, ഫൈൻ, അടുത്ത പ്രാവശ്യം 70 ആക്കിക്കോട്ടെ. എനിക്ക് ഈ 70 മാർക്കും വാങ്ങിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത്. അല്ലാതെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് അവിടെ പോയി അവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. എത്രയോ ആൾക്കാരുണ്ട് ആഗ്രഹിച്ച് ജോലി വാങ്ങിയിട്ട് അത് റിസൈൻ ചെയ്ത് വരുന്നവരുണ്ട്, ലീവ് എടുത്ത് മറ്റൊരു എക്സാമിന് പഠിക്കുന്നവരുണ്ട്. അതൊക്കെ പ്രാക്ടിക്കലി നമ്മൾക്ക് വരുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടീസ് കൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് ഉണ്ടാക്കാതെ നമുക്ക് കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണോ ആ സോൺ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ബാക്കി കാര്യങ്ങളൊന്നും നോക്കണം, നിങ്ങൾ ജസ്റ്റ് വേക്കൻസി ഒന്ന് നോക്കുക. അതിനുശേഷം വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ആൾക്കാരെ സർവീസ് ചെയ്യാൻ പറ്റുന്ന ആ റീജിയൻ ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ വൈസസ്റ്റ് ഡിസിഷൻ. ഇപ്പം എൻ്റെ അടുത്താണെങ്കിൽ ഞാൻ ട്രിവാൻഡ്രം ആയിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഞാൻ ചിലപ്പം മാക്സിമം ചെന്നൈ ആയിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ട്രിവാൻഡ്രം ചെന്നൈ എന്നുള്ളൊരു കാര്യം ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് എന്താ പറയുക, വേക്കൻസി എത്ര വേക്കൻസിയിൽ വ്യത്യാസമുണ്ടെന്നുള്ളത് വിചാരിച്ചിട്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് 100 വേക്കൻസിയും ചെന്നൈയിലൊരു 400 വേക്കൻസി അല്ലെങ്കിൽ 500 വേക്കൻസി ഉണ്ടെങ്കിൽ മേ ബി ഞാൻ ചെന്നൈ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ട്രിവാൻഡ്രം തന്നെ അപ്ലൈ ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കണ്ടീഷൻ ചെയ്ത് വെക്കുക. എനിക്ക് ആവശ്യമുള്ള, എനിക്ക് ഡെയിലി പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാൻ സോൺ വെക്കുന്നു. അതിനുശേഷം അവിടെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, കാരണം നമുക്ക് കട്ട് ഓഫ് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇപ്രാവശ്യം ട്രിവാൻഡ്രത്ത് കുറവായിരുന്നു, ചെന്നൈയിൽ കൂടുതലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചിട്ട് ഇപ്രാവശ്യം അങ്ങനെ ആവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. മാത്രമല്ല നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാവരെയും വെച്ചിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് നമ്മുടെ കംഫർട്ടും പിന്നെ നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ ഹാർഡ് വർക്കിലും നമ്മുടെ കേപ്പബിലിറ്റിയിലുമാണ്, നമ്മുടെ കഴിവിലുമാണ് കേട്ടോ. അപ്പോൾ ഇതിന് എനിക്ക് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദിശയ്ക്ക് എന്തുണ്ട്, നമുക്ക് ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കോച്ചിങ്ങിൽ ഒന്ന് ജോയിൻ ചെയ്യാം. ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അന്വേഷിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്രാവശ്യം എനിക്കിപ്പോൾ വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു എക്സാമിന് പഠിക്കുവാണ്, ഞാൻ ഡിഗ്രി ചെയ്യുവാണ്, പക്ഷേ എനിക്ക് ജോലി കിട്ടിയേ പറ്റൂ, എനിക്ക് അടുത്തൊരു വേക്കൻസി വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ കോഴ്സുകൾ പ്രിഫർ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ കോഴ്സുകളുമുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ജോയിൻ ചെയ്യാം. നമ്മുടെ അടുത്ത് തന്നെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, എവിടെ നിങ്ങൾ ജോയിൻ ചെയ്താലും നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക, നല്ലോണം പഠിക്കുക. ഓക്കെ, ഏറ്റവും ടു ദ പോയിന്റിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക. ആൻഡ് നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.